5.5 കോടി വിദേശികളുടെ വിസ പുനഃപരിശോധിക്കാനൊരുങ്ങി അമേരിക്ക. നാടുകടത്തലിന് കാരണമായേക്കാവുന്ന വിഷയങ്ങളുണ്ടോ എന്നറിയാനാണ് വിദേശികൾക്ക് നൽകിയ 5.5 കോടിയിലധികം വിസകൾ അമേരിക്ക പുനഃപരിശോധന നടത്തുന്നത്. ട്രംപ് ഭരണകൂടം വ്യാഴാഴ്ചയാണ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കാലാവധി കഴിഞ്ഞുള്ള താമസം, ക്രിമിനൽ ബന്ധം, തീവ്രവാദ അനുഭാവം എന്നിവ കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വിദേശകാര്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിസ കിട്ടിയ ശേഷം ചട്ടലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടാകും. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എല്ലാ US വിസ ഉടമകളും തുടർച്ചയായ പരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതായി വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്തു. നാടുകടത്തലിന് കാരണമായേക്കാവുന്ന ഏതെങ്കിലും ലംഘനങ്ങൾ കണ്ടെത്തിയാൽ വിസ റദ്ദാക്കാനാണ് ട്രംപിന്റെ നിർദ്ദേശമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിസ ഉടമ അമേരിക്കയിൽ തുടരുകയാണെങ്കിൽ നാടുകടത്തുകയും ചെയ്യും. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം US-ൽ അനധികൃത കുടിയേറ്റക്കാർക്കു നേരെ കർശന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നടപടിയെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 12.8 ദശലക്ഷം ഗ്രീൻ കാർഡ് ഉടമകളും 3.6 ദശലക്ഷം പേർ താൽക്കാലിക വിസയിലും അമേരിക്കയിലുണ്ട്. അതിനിടെ ബിസിനസ് വഞ്ചന കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. കേസിൽ കീഴ്ക്കോടതി ചുമത്തിയ $454 മില്യൺ പിഴ അപ്പീൽ കോടതി റദ്ദാക്കി. 5-അംഗ അപ്പീൽ കോടതിയാണ് പിഴ റദ്ദാക്കിയത്. കുറ്റം ചെയ്തിട്ടുണ്ട്, എന്നാൽ ചുമത്തിയിരിക്കുന്ന പിഴ വളരെ വലുതാണെന്നും ജഡ്ജിമാർ ഉത്തരവിൽ വ്യക്തമാക്കി. കേസിൽ സമ്പൂർണ്ണ വിജയം എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. എന്നാൽ കേസിൽ വിധിക്കെതിരെ റിവ്യൂ ഹർജി നൽകുമെന്ന് ന്യൂയോർക്ക് അറ്റോർണി ജനറലിന്റെ ഓഫീസ് അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ന്യൂയോർക്ക് കോടതി ഡൊണാൾഡ് ട്രംപിനും ട്രംപ് ഓർഗനൈസേഷനെയും ശിക്ഷിച്ചത്. സർക്കാർ തങ്ങളുടെ പൗരന്മാർക്ക് മേൽ അമിതമായ ശിക്ഷകൾ ചുമത്തുന്നത് വിലക്കാൻ ഭരണഘടനയിൽ അനുശാസിക്കുന്ന 8-ാം ഭേദഗതിയെ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു ട്രംപിന് അനുകൂലമായ വിധി. ഇൻഷുറൻസ് കമ്പനികൾ, ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് നേട്ടങ്ങൾ ഉറപ്പാക്കാൻ ട്രംപ് തന്റെ സാമ്പത്തിക ശേഷി പെരുപ്പിച്ച് കാണിച്ചുവെന്നാണ് ട്രംപിനെതിരായ കേസ്. 2024 ഫെബ്രുവരിയിലാണ് കീഴ്ക്കോടതി ട്രംപിന് $355 മില്യൺ പിഴ ചുമത്തിയത്. ഈ പിഴ അടച്ചു തീർക്കാത്തതിനാൽ പലിശ വളർന്ന് $454 മില്യൺ എന്നാൽ ഈ വിധിയെ മേൽക്കോടതി ചോദ്യം ചെയ്യുകയായിരുന്നു. ട്രംപ് തട്ടിപ്പിന് ഉത്തരവാദിയാണെങ്കിലും ഏകദേശം $500 മില്യൺ പിഴ അമിതമാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു.